കമ്പനിയുടെ ബേസിക് കൺസെപ്റ്റ്സ് നമുക്കൊന്ന് നോക്കിയിട്ട് അതിനുശേഷം ഡീറ്റെയിൽഡായിട്ട് എസ്എയുടെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും അതേപോലെ പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറകെ നോക്കാം. കമ്പനിയുടെ ബേസിക്കായിട്ടൊരു കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കുന്നത്. കമ്പനി ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ കയറി കിടപ്പുണ്ട്. എന്നാൽ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ എളുപ്പം തന്നെയാണ്. നമുക്ക് കമ്പനി എന്താണെന്ന് നോക്കാം. കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ട ഒരു ബിസിനസ് എന്നുള്ളൊരു ആംഗിൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലേ, നമ്മുടെ ചുറ്റും എന്തുമാത്രം തരം ബിസിനസ്സുകളുണ്ട്, പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ, ചെറുതും വലുതുമായിട്ടുള്ള പല ബിസിനസ്സുണ്ട്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുമ്പം പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സുണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളുണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുപാടും കാണുന്ന പല കടകളും മിക്കവാറും സോൾ പ്രൊപ്പറേറ്റർഷിപ്പുകളാവാം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുകളാവാം. അപ്പം ഇതിനെല്ലാം ഓരോരോ ആക്റ്റുകളും ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ആക്റ്റിനെ ബേസ് ചെയ്തുള്ളതല്ല സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ആർക്കും പെട്ടെന്ന് തുടങ്ങാം, പ്രത്യേകിച്ച് അതിനൊരു ആക്റ്റ് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പാർട്ട്ണർഷിപ്പിനൊരു ആക്റ്റ് ഉണ്ട്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പാർട്ട്ണർഷിപ്പുകൾ തുടങ്ങുന്നത്. 2 പേരെങ്കിലും വേണം പാർട്ട്ണർഷിപ്പിന്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 2 പേരെങ്കിലും മിനിമം വേണം. അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തരം ബിസിനസ്സാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള പേരിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അത് ഈ പാർട്ട്ണർഷിപ്പ് ഫേംസിനും കമ്പനിയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് സ്റ്റേജാണ് കമ്പനി. അപ്പോൾ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലാതെ മറ്റെല്ലാ തരം ബിസിനസ്സുകളിലും നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ്. കമ്പനിയാണെങ്കിൽ കമ്പനി ആക്ട് അനുസരിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ തരം ബിസിനസ്സുകൾക്കെല്ലാം ഒന്നിലധികം ആൾക്കാർ പലപ്പോഴും അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. കമ്പനിയിലെ ഈ 1% കമ്പനി എന്നുള്ളൊരു എക്സെപ്ഷണൽ കേസ് ഒഴിച്ചു നിർത്തിയാൽ ഇതെല്ലാം ഒരുപാട് ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഓരോ ബിസിനസ് പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതിന് ശേഷം നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് റിയൽ ലൈഫോട് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിക്കാം. നമ്മളെ കോളേജിൽ തന്നെ കുറച്ചേറെ കുട്ടികൾ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കുറേ പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പറ്റില്ല. പിന്നെ പാർട്ട്ണർഷിപ്പ് വേണോ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വേണോ, അതോ കമ്പനി വേണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ്. അപ്പം ഈ പാർട്ട്ണർഷിപ്പുകളോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകളോ ഒക്കെ തുടങ്ങാൻ എളുപ്പമാണെങ്കിലും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ചില അഡ്വാൻറ്റേജസ് ഇല്ല. ഈ കമ്പനി കുറേയേറെ അഡ്വാൻറ്റേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ലയബിലിറ്റിയാണ് ഈ കമ്പനി ഉള്ളത്. അതായത് നമ്മളെന്നുള്ളൊരു വ്യക്തി, അതായത് ഈ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ വേറെ, ആ ബിസിനസ് വേറെ എന്നുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് ക്ലിയറായിട്ട് ഈ കമ്പനിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ കുറേയേറെ അഡ്വാൻറ്റേജുകളുണ്ട്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കമ്പനിയിൽ കുറേ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ കമ്പനി എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഒരു ബിസിനസ് തുടങ്ങിയേക്കാം. നമ്മുടെ കോളേജിൽ ഒരു 100 പേര് ചേർന്ന് ഒരു കമ്പനി തുടങ്ങുന്നതായിട്ട് അസ്യൂം ചെയ്യാം. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. ബിസിനസ്സിൻ്റെ മെയിൻ പർപ്പസ് സാധാരണ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ പർപ്പസ്. അപ്പോൾ മിക്ക ബിസിനസ്സും എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ടാറ്റയോ ബിർളയോ റിലയൻസോ ഇൻഫോസിസോ ഒക്കെ എടുത്തോളൂ. ഇതിൻ്റെ എല്ലാം പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അല്ലാതെയുള്ള ബിസിനസ്സുകളുമുണ്ട്. നോൺ പ്രോഫിറ്റ് ബിസിനസ്സുകൾ എന്ന് വിളിക്കും. നമ്മുടെ ഈ കമ്പനീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 8 കമ്പനികൾ എന്ന് അതിനെ പറയാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം സെക്ഷൻ 8 കമ്പനികളെല്ലാം മാറ്റി വെച്ചേക്കുക. നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 100 പേരോളം ഉണ്ട്. അപ്പോൾ ആ 100 പേരോളം ചേർന്ന് തുടങ്ങുന്ന ആ 100 പേരാണല്ലോ അതിൻ്റെ കമ്പനിയുടെ ഓണേഴ്സായിട്ട് വരുന്നത്. ആ 100 പേരാണ് കമ്പനി ഓണേഴ്സ്. അപ്പോൾ അവർ ആ കമ്പനി തുടങ്ങണമെങ്കിൽ നമുക്ക് തുടക്കത്തിൽ കുറച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏറെ ഒരു ഫണ്ട് തുടക്കത്തിൽ സ്വരൂപിച്ച് ക്രമീകരിച്ച് അത് വെച്ചിട്ടാണല്ലോ നമുക്ക് ചിലപ്പം ബിൽഡിങ്ങിന് റെൻ്റ് എടുക്കണം. ആ ബിൽഡിങ്ങിൽ വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അങ്ങനത്തെ സാധനം ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇനീഷ്യലായിട്ട് കുറച്ചൊരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഒരു ഫിക്സഡ് ക്യാപിറ്റൽ വേണം. അതേപോലെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഓപ്പറേഷണൽ ക്യാപിറ്റൽ വേണം. അപ്പോൾ ഈ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മൾ ഈ 100 പേരും ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് വിചാരിക്കുക. ആ ഷെയർ ഹോൾഡേഴ്സാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അവരാണ് ബിസിനസ്സിൻ്റെ റിയൽ ആയിട്ടുള്ള ഓണേഴ്സ്.
ആ ബിസിനസ്സിൻ്റെ റിയൽ ഓണേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഷെയർ ഹോൾഡേഴ്സാണ് ബിസിനസ്സിൻ്റെ റിയൽ ഓണേഴ്സ്. അപ്പോൾ നമുക്കിത് ഒരു തരത്തിൽ പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ 100 പേരോളം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പം തന്നെ ഇതൊരു വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പം കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഓണേഴ്സായിട്ടുള്ള ഈ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൽ ഉണ്ടാവുന്നത്. ഇതിന് പുറമേ കുറേ ആൾക്കാരുണ്ട്, പലരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വേറെ ഒരു തലത്തിലേക്ക് കാണണം. ഒരു കൈൻഡ് ഓഫ് ഒരു മിനി ഗവൺമെൻറ് പോലെ ആലോചിച്ചാൽ പോലും തെറ്റില്ല. ഒരു ചെറിയൊരു മിനി ഗവൺമെൻറ്റാണ് ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഓവർ സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ആദ്യം നമ്മൾ ആലോചിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിൽ ആരൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട് എന്ന് ആലോചിക്കണം. അത് പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഫസ്റ്റ് കൺസെപ്റ്റ്. ഒരു കമ്പനി നമുക്ക് തുടങ്ങണം, നമ്മളെല്ലാവരോടും ചേർന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്ത് കുറേ പേര് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ആ കമ്പനിയിൽ ടെക്നിക്കലായിട്ട് ആവശ്യമുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞു. ഷെയർ ഹോൾഡേഴ്സാണ് റിയൽ ഓണേഴ്സ് എന്ന് പറഞ്ഞു. അവരാണ് ഇനീഷ്യൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഷെയർ ഹോൾഡേഴ്സാണ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് അല്ലാതെ ഞാൻ കുറച്ച് വാക്കുകൾ പറയും. ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു 4-5 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുക. അവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സ്. 1 ഷെയർ ഹോൾഡേഴ്സ്, 2 മെമ്പേഴ്സ്, 3 പ്രൊമോട്ടേഴ്സ്, 4 ഡയറക്ടേഴ്സ്, പിന്നെ ക്രെഡിറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കാം. ഈ 5 വാക്കുകൾ നമുക്ക് അറിയണം. എക്സാമിനും അത് ആവശ്യമാണ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ നമുക്ക് കമ്പനി ലോ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ്, അതേപോലെ മെമ്പേഴ്സ്, പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ്, അതേപോലെ ക്രെഡിറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷെയർ ഹോൾഡർ എന്താണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡർ ഉള്ള വാക്കും ഈ മെമ്പേഴ്സ് എന്നുള്ള വാക്കും ചിലപ്പോഴൊക്കെ മാറ്റിയും കയറ്റി ഉപയോഗിക്കാറുണ്ട്. ഷെയർ ഹോൾഡേഴ്സിനെ മെമ്പേഴ്സ് എന്ന് വിളിക്കാറുണ്ട്, മെമ്പേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഇത് രണ്ട് കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഈ മെമ്പേഴ്സ് എന്ന് അത് എല്ലാ ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സാണ്, പക്ഷേ എല്ലാ മെമ്പേഴ്സും ഷെയർ ഹോൾഡേഴ്സ് അല്ല. അതായത് മെമ്പേഴ്സ് എന്നുള്ള ടേം ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ്. അതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. അപ്പം ഈ ഷെയർ ഹോൾഡേഴ്സിന് മിക്കവർക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. എല്ലാ മെമ്പേഴ്സിനും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പം അതായത് ഇക്വിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത കുറച്ച് ആൾക്കാരെയും ചിലപ്പം മെമ്പേഴ്സ് ആവാം. അപ്പം അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മെമ്പേഴ്സ് എന്നുള്ള ആസ്പെക്റ്റ് കൂടുതലും നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് കുറച്ചും കൂടെ എവിഡൻ്റ് ആവുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ള കേസിലാണ്. അത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും ഉണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ള കേസിൽ ഈ ഷെയർ ഹോൾഡേഴ്സ് അല്ലാതെയുള്ള മെമ്പേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ യൂഷ്വലി സാധാരണ നമുക്ക് ജനറലി കാണാവുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലെല്ലാം ഏറെക്കുറെ ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സും ഒരേ ആൾക്കാർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു ഡിസ്റ്റിങ്ഷൻ വരുന്നില്ല. എന്നാലും ഇത് രണ്ട് കൺസെപ്റ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 2 കാര്യം മനസ്സിലായി. ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള ആൾക്കാരെ, മെമ്പേഴ്സ് എന്നുള്ള രണ്ടാമത്തെ കൂട്ടർ. അപ്പോൾ ആ മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സെറ്റാണ്. ആ മെമ്പേഴ്സിൻ്റെ എല്ലാം പേര് ഇതിൻ്റെ ഒരു രജിസ്ട്രി ഉണ്ട്, രജിസ്ട്രി ഓഫ് മെമ്പേഴ്സ്. ആ രജിസ്ട്രി ഓഫ് മെമ്പേഴ്സിൽ രേഖപ്പെടുത്തിയിരിക്കും. ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ മെമ്പേഴ്സായിട്ട് എത്ര പേരുണ്ടെങ്കിലും ആ മെമ്പേഴ്സിൻ്റെ പേര് ആ രജിസ്ട്രി ഓഫ് മെമ്പേഴ്സിൽ രേഖപ്പെടുത്തിയിരിക്കും. അതാണ് രണ്ടാമത്തെ കൂട്ടർ. അപ്പം ഈ ഷെയർ ഹോൾഡേഴ്സാണ് ഓണേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് മെമ്പേഴ്സിനെ മനസ്സിലായി. ആ മെമ്പേഴ്സ് കഴിഞ്ഞ അടുത്ത കൺസെപ്റ്റാണ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് ഈ കമ്പനിയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണ എളുപ്പത്തിൽ മനസ്സിലായ ഒരു ഫൗണ്ടേഴ്സ് എന്ന് പറയാം. ആ ഒരു കമ്പനി ഫൗണ്ട് ചെയ്യാനായിട്ട്, തുടങ്ങാനായിട്ട് കാരണമാവുന്നത് ശരിക്കും ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണമെന്നില്ല. ഇവരിൽ അല്ലാതെ ഒരു ആളാവാം. അവരാണ് പ്രൊമോട്ടർ. അയാളാണ് പ്രൊമോട്ടർ. അയാൾ ഒരാളാവാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരാവാം. അപ്പോൾ ഈ പ്രൊമോട്ടറാണ് ശരിക്കും ഒരു ബിസിനസ്, അതായത് ഒരു കമ്പനി തുടങ്ങുന്നത്. അപ്പം ഇതിനകത്തെല്ലാം ഓവർലാപ്പ് ചെയ്ത് വരാം, ഓവർലാപ്പ് ചെയ്യാതെയും വരാം. അതായത് ബിസിനസ്സിൻ്റെ പ്രൊമോട്ടേഴ്സ് തന്നെ വേണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആവാം, പ്രൊമോട്ടേഴ്സ് തന്നെ, ഡയറക്ടേഴ്സ് തന്നെ ഷെയർ ഹോൾഡേഴ്സ് ആവാം. പക്ഷെ അങ്ങനെ ആവാതെ ഇരിക്കാം. അതായത് അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല. അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാവരും സെപ്പറേറ്റ് ആണെന്ന് വിചാരിച്ചോളൂ തുടക്കത്തില്ല. പക്ഷേ ഓവർലാപ്പ് ചെയ്ത് വരുന്ന കേസുകൾ വ്യാപകമായിട്ടുണ്ട്.
തൽക്കാലം നമുക്ക് 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവരല്ലാതെ നമ്മൾ ഒരു 2 പേരാണ് ശരിക്കും ഇങ്ങനൊരു ബിസിനസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി, നമ്മുടെ കോളേജിലെ കുട്ടികളെ ഉപയോഗിച്ച് ഒരു ബിസിനസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് 2 പേരുണ്ടെന്ന് വിചാരിച്ചു. ആ 2 പേരാണ് ശരിക്കും പ്രൊമോട്ടേഴ്സ്. ആ പ്രൊമോട്ടേഴ്സാണ് ഇങ്ങനൊരു ബിസിനസ് ആശയമായിട്ട് വരികയും ആ ബിസിനസ് തുടങ്ങാനുള്ള കമ്പനി എന്നുള്ള രീതിയിലാണ് നമുക്കിത് ബിസിനസ് ചെയ്യുന്നത് നല്ലതെന്ന് മനസ്സിലാക്കുകയും അതിന് ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇനീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിനുള്ള ലാൻഡോ ബിൽഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിന് പറ്റുന്ന എംപ്ലോയീസിനെയോ ഒക്കെ കണ്ടുപിടിക്കാനോ ഇനീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ആ കമ്പനിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നതെല്ലാം ഈ പ്രൊമോട്ടേഴ്സാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അവരാണ് പ്രൊമോട്ടേഴ്സ്. ഇനി അടുത്ത കൂട്ടരെന്ന് പറഞ്ഞാൽ അവരാണ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാരല്ല, കമ്പനി തുടങ്ങി കമ്പനി സ്റ്റാർട്ടായി കമ്പനി പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന ആൾക്കാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വിചാരിക്കാം. ആ കമ്പനിയുടെ ഒരു ഡയറക്ടേഴ്സാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഡ്രൈവേഴ്സാണ്, ആ കമ്പനിയുടെ ഒരു ഗവേണൻസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഡയറക്ടേഴ്സ്. അപ്പോൾ അവരൊരു ടോപ്പ് ലെവലിൽ ഇരുന്നിട്ട് കമ്പനിയുടെ ഗവേണൻസ് നോക്കുന്ന ആൾക്കാരാണ്. അവരും ഓണേഴ്സ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പ്രൊമോട്ടേഴ്സും ഓണേഴ്സ് ആവണമെന്നില്ല, ഡയറക്ടേഴ്സും ഓണേഴ്സ് ആവണമെന്നില്ല. ആ കമ്പനിയെ ഓടിച്ചുകൊണ്ട് പോകാൻ അറിയുന്ന ആൾക്കാരാണ് ഡയറക്ടേഴ്സ്. അപ്പോൾ അതിൽ നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള പേരിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 ഡയറക്ടറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. നമ്മളൊരു 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ 1 ഡയറക്ടറുടെ ആവശ്യമുള്ളൂ. അത് മിക്കവാറും ആ തുടങ്ങുന്ന ആൾ തന്നെയായിരിക്കും മിക്കവാറും ആ ഒരു ഒറ്റ ഡയറക്ടറായിട്ട് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ കൂടുതൽ സമയം ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലും നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാനായിട്ട് 2 പേരുടെ സഹായം വന്നു, അവരാണ് പ്രൊമോട്ടേഴ്സ്. തുടങ്ങിക്കഴിഞ്ഞ് നമ്മളൊരു 15 പേരെ നമ്മൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അവരാണ് നമ്മുടെ കമ്പനി പിന്നീട് മുമ്പോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരാണ് കമ്പനിയുടെ പിന്നീടുള്ള കാര്യങ്ങൾ എല്ലാത്തിനും തീരുമാനം എടുത്ത് കമ്പനിയെ മുമ്പോട്ട് നയിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു കാര്യവും നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കൂട്ടരെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 100 പേരുണ്ട് കമ്പനിയുടെ ഓണേഴ്സായിട്ട് നിൽക്കുന്നവർ. അവർ ഇക്വിറ്റി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്. എന്ന് പറഞ്ഞാൽ അവർ കമ്പനിയുടെ ഒരു ഷെയർ എടുത്ത ആൾക്കാരാണ്. അപ്പം ഷെയർ എടുത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ കമ്പനിയുടെ നേരിട്ടുള്ള ഓണേഴ്സാണ്. പക്ഷേ ഇങ്ങനെ നേരിട്ട് കമ്പനിയിലേക്ക് കാശ് കൊടുത്തവർ, ഇപ്പോൾ നമുക്ക് ആ 100 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, ആ 100 കുട്ടികളും ഒരു 10,000 രൂപ വീതം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയർ നമ്മൾ കൊടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഷെയർ അവർ ഡിവൈഡ് ചെയ്തെടുത്തു. ആ ഡിവൈഡ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇനീഷ്യലായിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ അത് പോരാതെ വന്നു. ആ ബിസിനസ് നടത്താൻ ആ കാര്യങ്ങൾ മാത്രം പോരാ, പിന്നെയും നമുക്ക് കാശ് വേണം. ആ കാശ് നമുക്ക് റേസ് ചെയ്യാനായിട്ട് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങിയെന്ന് വരിക. ആ ബാങ്കിൽ നിന്ന് കടം വാങ്ങിയാൽ ആ ബാങ്ക് ഈ കമ്പനിയുടെ ക്രെഡിറ്ററാണ്. അപ്പോൾ അതാണ് ക്രെഡിറ്റർ. അപ്പോൾ ആ കൺസെപ്റ്റാണ് ക്രെഡിറ്റർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സ് തന്നെ 2 കാറ്റഗറിയിലുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൊലാറ്ററൽ കൈ വെച്ചിട്ട് ഒരു കൊലാറ്ററലിന് പകരമായിട്ട് ലോൺ തരുന്ന ആൾക്കാരെയാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. കൊലാറ്ററൽ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഈട് വെച്ചിട്ട് അപ്പോൾ ഒരു ലോൺ തരണം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അസറ്റ് അവിടെ ഈട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഈട് വെച്ചതിന് ശേഷം കാശ് കടം തരുവാണെങ്കിൽ അത് സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സാണ്. ഇനി അങ്ങനെയല്ല, അങ്ങനെ ഒരു ഈട് വെക്കാനായിട്ട് ഈടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കടം തരുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ചില കാര്യങ്ങൾ, അപ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കമ്പനി ഡേ ടു ഡേ ഓടിപ്പോകാനായിട്ട് ചിലപ്പം നമുക്ക് ഇലക്ട്രിസിറ്റി വേണമായിരിക്കും, വാട്ടർ വേണം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, അങ്ങനെ ഒത്തിരി ബില്ലുകൾ കമ്പനിക്കുണ്ടല്ലോ. അപ്പോൾ ആ ബില്ല് തരുന്നവർ ഒരു തരത്തിൽ അവർ കടവായിട്ടാണ് തരുന്നതെന്ന് വരിക. പോസ്റ്റ് പെയ്ഡ് ആയിട്ടാണ് അവർക്ക് ചാർജ് കൊടുക്കുന്നതെങ്കിൽ അവരും ക്രെഡിറ്റേഴ്സാണ്. അവർക്കും കാശ് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. 1 മാസം കഴിയുമ്പോൾ അവർക്ക് കാശ് കൊടുക്കണം. അപ്പോൾ അവർ ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ നമുക്ക് ഇത്ര ആൾക്കാരുമായിട്ടെങ്കിലും മിനിമം നമുക്ക് പലപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, മെമ്പേഴ്സ് ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സിനും മെമ്പേഴ്സിനും ഏകദേശം ഒരേപോലെ കണക്കാക്കാം. പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രൊമോട്ടേഴ്സ്, അവരൊരു സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കുക. ഡയറക്ടേഴ്സിനെ വേറൊരു സെപ്പറേറ്റ് അടുത്ത ഒരു എൻറ്റിറ്റി ആയിട്ട് ഒരു സ്റ്റേക്ക് ഹോൾഡറായിട്ട് കണക്കാക്കുക. പിന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം. അപ്പം പക്ഷേ ഇതിനകത്ത് പലപ്പോഴും ഓവർലാപ്പ് വരുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. ഷെയർ ഹോൾഡർ തന്നെ മെമ്പർ ആവാം,
ഷെയർ ഹോൾഡർ തന്നെ പ്രൊമോട്ടർ ആവാം, ഷെയർ ഹോൾഡർ തന്നെ ചിലപ്പോൾ ഡയറക്ടേഴ്സും ആവാം. അതായത് ആ ഗ്യാങ്ങിൽ നിന്ന് തന്നെ എടുക്കാം. നമ്മളെ ഈ 100 പേരിൽ നമുക്ക് പുറത്തുനിന്ന് അതിന് പറ്റിയ ആൾക്കാരെ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഈ ഓണേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊമോട്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കമ്പനിയുടെ ഒരു ബേസിക് ഐഡിയ. ഈ ഐഡിയയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ കമ്പനികളുടെ ഒരു ചരിത്രം ഒന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരാം. പക്ഷെ നമുക്ക് ജനറലായിട്ട് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം 2024 ഇപ്പോൾ ഈ വർഷം അല്ലേ. അപ്പോൾ എന്നാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു കമ്പനി വന്നത് എന്നൊന്ന് ആലോചിക്കുക. എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ കമ്പനി രൂപത്തിലുള്ള ഒരു ബിസിനസ് എന്നുള്ളൊരു ആശയം ഉണ്ടായിട്ട് വർഷങ്ങളായി. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ ബിസിനസ്സുണ്ട്, അല്ലെങ്കിൽ ലോകത്തിൽ ബിസിനസ്സുണ്ട്. പക്ഷേ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് വർഷമാണ് ഒരു കമ്പനി രൂപത്തിലുള്ളൊരു ബിസിനസ് വന്നതെന്ന് ആലോചിച്ചാൽ ഏകദേശം 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുമ്പോഴാണ് ഇന്ത്യക്കാർക്ക് ഈ കമ്പനി രൂപത്തിലുള്ളൊരു ബിസിനസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മൾ ആദ്യത്തെ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയായിട്ട് കണക്കാക്കുന്നത്. അത് 1600 ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷായി. അത് കഴിഞ്ഞ് ഏകദേശം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മാറി. ഏകദേശം അതിൻ്റെ ക്യൂൻ നേരിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഭരിക്കാനായിട്ട് തുടങ്ങി. എന്നാലും അങ്ങനെയാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു രീതി നമുക്ക് മനസ്സിലായതിന് ശേഷം പിന്നീട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് തന്നെ ഇന്ത്യയിൽ ഒരു ആക്ട് പാസ്സാക്കി. അതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1850. 1850 അങ്ങനെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആക്ട് വന്നു. അതിനുശേഷം 1866 ഇന്ത്യൻ കമ്പനീസ് ആക്ട് എന്നുള്ള ഒരു ആക്ട് കൂടെ പാസ്സാക്കി. പിന്നീട് ഇന്ത്യയിൽ പല കമ്പനികൾ വരാനായിട്ട് തുടങ്ങി. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വലിയ വലിയ കമ്പനികൾ വരാൻ തുടങ്ങി. ജംഷഡ്ജി ടാറ്റ ഇന്ത്യയിൽ ടാറ്റ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് 1868 അതിനുശേഷം ബിർള ഗ്രൂപ്പ് വരുന്നുണ്ട് 1919. അപ്പോൾ അങ്ങനെ കമ്പനികൾ വന്നതിന് ശേഷം പിന്നീട് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനീസ് ആക്ട് പാസ്സായത് 1913 1913 ഇന്ത്യൻ കമ്പനീസ് ആക്ട് വന്നു. അത് കുറച്ചും കൂടെ പരിഷ്കരിച്ചതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്ന കമ്പനീസ് ആക്റ്റാണ് 1956. അതിനു മുമ്പുള്ള ഇന്ത്യയുടെ കമ്പനീസ് ആക്റ്റിൽ ഒരു ബ്രിട്ടീഷ് ലെഗസിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ബ്രിട്ടനിൽ എങ്ങനെയാണോ കമ്പനികൾ വർക്ക് ചെയ്തിരുന്നത് അതുപോലെയായിരുന്നു ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആക്റ്റുകളും 1866 ആക്റ്റും 1913 ആക്റ്റും എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ 1956 ആയപ്പോൾ ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു ആക്ട് പാസ്സായി. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ഒരുപാട് കമ്പനികൾ വന്നു. അത് ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ടാറ്റ ബിർള പോലെയുള്ള കമ്പനികളല്ലാതെ പബ്ലിക് സെക്ടറിൽ ഒരുപാട് കമ്പനികൾ വരാൻ തുടങ്ങി. ഗവൺമെൻറ്റിൻ്റെ തന്നെ കമ്പനികൾ, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ഗവൺമെൻറ് കമ്പനികൾ പലതും വരാൻ തുടങ്ങി. അങ്ങനെയാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ONGC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ വരാൻ തുടങ്ങി. പിന്നീട് അതേപോലെ കുറച്ച് കാലം കഴിഞ്ഞപ്പം പ്രൈവറ്റിലും ഒരുപാട് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് നമ്മൾ റിലയൻസോ ഇൻഫോസിസോ ഒക്കെ പോലെയുള്ള കമ്പനികളൊക്കെ 1970-കളിലും 80-കളിലൊക്കെ ആയി. ഇപ്പം വളരെ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ലിബറലൈസേഷന് ശേഷം 1991 ശേഷമാണ് പ്രൈവറ്റ് സെക്ടറിന് കുറേയും കൂടെ ബൂസ്റ്റ് കിട്ടുന്നത്. പ്രൈവറ്റ് സെക്ടറിന് കുറേയും കൂടെ ബൂസ്റ്റ് കിട്ടി. പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് FDI രൂപത്തിൽ ഒരുപാട് വരാൻ തുടങ്ങി. 92 മാത്രമാണ് സെബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോഡി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, അതായത് ഈ കമ്പനികളെ എല്ലാം പ്രത്യേകിച്ചും പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളെ സൂപ്പർവൈസ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമായിട്ട് സെബി വരികയും അതിനുശേഷം കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലെ ഈ കമ്പനികളുടെ പ്രവർത്തനം മാറുകയും ചെയ്തു. അങ്ങനെ ഒരു മോഡൽ ഒരു പുതിയ ഒരു കമ്പനീസ് ആക്ട് 2013 പാസ്സാക്കി. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ആ 2013 കമ്പനീസ് ആക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ആ കമ്പനീസ് ആക്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന 1950s ആക്ടിനെ റിപ്പീൽ ചെയ്തിട്ട് പുതിയ ആക്റ്റായിട്ട് വരികയാണ്. അപ്പോൾ അതോടുകൂടി കുറേ പുതിയ കൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിനകത്താണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എന്ന് പറഞ്ഞ ഒരു പുതിയ ആശയം കൊണ്ടുവന്നു. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുകൾ, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു. കുറച്ചും കൂടെ സ്ട്രിക്റ്ററായിട്ടുള്ള പീനൽ പ്രൊവിഷൻസ് കൊണ്ടുവന്നു. സ്റ്റാർട്ടപ്സിനെ എൻകറേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിനകത്ത് വന്നു. ഈ 1% കമ്പനി എന്നുള്ള ഒരു കൺസെപ്റ്റ് എത്തി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുതിയ ആക്ടിനകത്താണ്. അപ്പോൾ 2013 നമ്മളിപ്പോൾ പഠിക്കുന്ന ആക്ട് വന്നത്. ഇതിന് ശേഷം പിന്നെ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2013 ആക്ട് വന്നെങ്കിലും 2015 2017 പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സും ഈ ആക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ രീതിയിലുള്ളൊരു മോഡേൺ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളൊരു ആശയം വരുന്നത് ഈ 2013 ആക്റ്റോടുകൂടിയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ള കാര്യം നമുക്ക് ഓവർവ്യൂ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം.
ഇനി നമുക്ക് സിലബസിനെ സ്റ്റിക്ക് ചെയ്ത് നമുക്കൊന്ന് ഈ ഈ പേപ്പറിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം, സിലബസിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണ് അല്ലേ. നമ്മൾ പേഴ്സൺ എന്നുള്ള കാര്യം ടാക്സേഷനിലൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് കമ്പനി ഉണ്ടായിരുന്നു. അപ്പം ലീഗൽ കൺസെപ്റ്റിൽ കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്. അപ്പോൾ ലീഗൽ പേഴ്സൺ ആണ്, പക്ഷേ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നമ്മുടെ ഒരു സാധാരണ വ്യക്തികളെ പോലെ ഒരു ലിവിങ് പേഴ്സൺ അല്ല, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരു ജനനവും ഒരു ജീവിതവും ഒരു മരണവും ഒക്കെ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് ഈ കമ്പനി. അപ്പോൾ ആ കമ്പനി എങ്ങനെയാണ് ജനിക്കുന്നത്, കമ്പനിയുടെ ജീവിതകാലത്ത് കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കമ്പനിയെ ജീവിക്കാൻ സഹായിക്കുന്ന എക്സ്റ്റേണലായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും, ആ കമ്പനി എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം അല്ലേ. അപ്പം ആ കാര്യങ്ങൾ സിലബസിൽ പറയുന്ന ആ ഒരു ഓർഡറിൽ നമുക്കൊന്ന് കവർ ചെയ്ത് നോക്കാം. അപ്പം സിലബസ് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാനും പറ്റും, കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതിനകത്തൊരു ഇൻട്രൊഡക്ഷനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇൻകോർപ്പറേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ക്യാപിറ്റൽ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനം നമുക്ക് വൈൻഡിങ് അപ്പും പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പം ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്നുള്ള ഒരു ആംഗിളിൽ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ കമ്പനിയുടെ ഇൻട്രൊഡക്ഷനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സണാണ്. അപ്പോൾ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് ഒരു കളക്റ്റീവായിട്ട് കുറച്ച് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ കുറച്ച് റിസോഴ്സസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് മണി ആവാം, പ്രോപ്പർട്ടി ആവാം, അങ്ങനെയുള്ള കുറച്ച് റിസോഴ്സസ് കളക്റ്റീവായിട്ട് കുറേ പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്, അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സാണ്. അവരാണ് ഇതിൻ്റെ കമ്പനിയുടെ ഓണേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സ് കളക്റ്റീവായിട്ട് റിസോഴ്സ് മൊബിലൈസ് ചെയ്ത് ആ റിസോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് ബിസിനസ്. അപ്പോൾ ആ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പേഴ്സ് വേറെ അല്ലെ ഷെയർ ഹോൾഡേഴ്സ് വേറെ, ആ കമ്പനി വേറെ. അതാണ് ബിസിനസ്സിൻ്റെ ഈ കമ്പനിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില യുണീക്കായിട്ടുള്ള ചില അഡ്വാൻറ്റേജുകളും പ്രൊട്ടക്ഷനുകളും ഒക്കെ ആ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, TCS, അങ്ങനെ ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ടാറ്റ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരുമായിരിക്കും, അല്ലെങ്കിൽ ടാറ്റ ഫാമിലിയിലുള്ള പല ആൾക്കാരായിരിക്കും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്. അല്ലാതെയുള്ള ജനറൽ പബ്ലിക്കിന് പോലും ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആവാം, അതിൻ്റെ ഓണേഴ്സ് ആവാം. നമ്മൾ ഒരു ഷെയർ വാങ്ങിയാൽ പോലും അത് അതിൻ്റെ ഓണേഴ്സാണ്. അപ്പം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നുള്ള കമ്പനിക്ക് ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഓണേഴ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 15 പേരെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ചിലപ്പോൾ ഒരു 3-4 പേരായിരിക്കും അതിൻ്റെ പ്രൊമോട്ടേഴ്സ്, അല്ല അങ്ങനെയായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, വ്യക്തിയെപ്പോലെ ചില റൈറ്റുകൾ, ഒരു ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു സാധാരണ പേഴ്സണെ പോലെ തന്നെയുള്ള റൈറ്റുകളുണ്ട്. അതേപോലെയുള്ള കുറച്ച് ഒബ്ലിഗേഷൻസും കമ്പനിക്കുണ്ട്. റൈറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമ്പനിക്ക് തന്നെ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാം, കമ്പനിക്ക് തന്നെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, കമ്പനിക്ക് സ്യൂ ചെയ്യാം, കമ്പനിയെ സ്യൂ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള പേര് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കമ്പനിയുടെ പേര് തന്നെ കമ്പനിക്ക് സ്യൂ ചെയ്യാം, അതായത് ഒരു ലീഗലായിട്ടുള്ള കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെ വലിയൊരു പരിധി വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ബിസിനസ് എന്തിനാണ് നമ്മുടെ നാട്ടിൽ എന്ന് ചോദിച്ചാൽ, ബിസിനസ് ഉണ്ടെങ്കിലല്ലേ നാട്ടിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ. കൂടുതൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വേണമെങ്കിൽ നമുക്ക് ബിസിനസ് വേണം, അങ്ങനെ ഉണ്ടെങ്കിലേ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് റിസോഴ്സ് മൊബിലൈസ് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് പറ്റും, വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, അത് കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് ആവും, അങ്ങനെ രാജ്യം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതാണല്ലോ ഈ കമ്പനിയുടെ കാര്യം. അപ്പോൾ ഒരു നല്ല ഒരു കമ്പനീസ് ആക്ട് ഉണ്ടെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെയധികം എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ആസ്പെക്റ്റ്. അപ്പോൾ ഞാൻ പിന്നെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് കമ്പനി ലോയിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ആ ടോപ്പിക് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് നിന്ന് നമ്മൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1866 1913 അതിനുശേഷം 1956 വന്നതിന് ശേഷം 2013 ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി കമ്പനികളുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആ കമ്പനിയുടെ അഡ്വാൻറ്റേജ് നോക്കാം. എന്താണ് കമ്പനി കൊണ്ടുള്ള പ്രയോജനം?
നമുക്ക് പ്രധാനമായിട്ടൊരു 3 കാര്യം പഠിക്കാം. 1 ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, 2 പെർപെക്ച്വൽ സക്സഷനാണ്, 3 അതിനൊരു ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പനി നമ്മൾ കുറേ പേര് ഷെയർ ഹോൾഡേഴ്സ് ചേർന്നതാണ് അല്ലെങ്കിൽ ആ കമ്പനി തുടങ്ങിയത്, അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 100 കോളേജ് പഠിക്കുന്ന 100 പേര് ചേർന്നാണ് ഒരു കമ്പനി തുടങ്ങിയെങ്കിൽ അവരൊരു സപ്പോസ് ഒരു 10,000 രൂപ വീതമാണ് ഓരോരുത്തരും അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ആ 10,000 രൂപ ആണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പം നമ്മൾ ആ 10,000 ഇൻറ്റു 100 എന്നുള്ളതാണ് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അത്രയും വീതം തരണം എന്നുള്ളതാണ് എല്ലാവരോടും പറഞ്ഞത്. അതാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം രൂപ. ആ 10 ലക്ഷം രൂപയാണ് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. പക്ഷേ ഇത് മുഴുവൻ എല്ലാവരോടും 10,000 രൂപ വീതമാണ് പറഞ്ഞതെങ്കിലും 10,000 രൂപ മുഴുവനായിട്ട് അടച്ച് അവരവരുടെ ഷെയർ ഓരോരുത്തരും വാങ്ങിയില്ല എന്ന് വിചാരിക്കുക. 10,000 പറഞ്ഞെങ്കിലും ചിലർ ഒരു 2,000 രൂപയെ തന്നുള്ളൂ. ആ 10,000 പറഞ്ഞെങ്കിലും 2,000 തന്നുള്ളൂ, 8,000 രൂപയും കൂടി തരാനുണ്ട്. അപ്പോൾ അവരുടെ അൺപെയ്ഡായിട്ടുള്ള ഷെയർ എന്ന് പറഞ്ഞാൽ 8,000 രൂപയും കൂടെയാണ്. അപ്പോൾ കമ്പനി എപ്പോഴെങ്കിലും വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് കുറേ ലയബിലിറ്റി ഉണ്ടെങ്കിൽ അവരുടെ അൺപെയ്ഡ് ഷെയർ വരെ മാത്രമേ ആ ഓരോ വ്യക്തിക്കും ലയബിലിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി മാത്രമേ കമ്പനിക്കുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ആ വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തിക്ക് എത്രയാണ് ഇനി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഷെയർ എത്രയാണോ അതിൻ്റെ മാത്രമായിട്ടുള്ള ലയബിലിറ്റി മാത്രമേ അവർക്ക് വരുള്ളൂ. അപ്പോൾ അവരുടെ പേഴ്സണൽ അസറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനി ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് കാലത്തേക്ക് പോകാൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ കമ്പനി തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒരാൾ തന്നെ തുടങ്ങുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് ഇല്ല. പാർട്ട്ണർഷിപ്പാണ്, 2 പേര് ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കുക. 2 പേരിൽ ഒരാൾ മരിച്ചു പോയാലും അപ്പോഴും ആ പാർട്ട്ണർഷിപ്പ് തീരും. കാര്യം ആ പാർട്ട്ണർഷിപ്പിൽ 2 പേരെങ്കിലും മിനിമം വേണം. അതിൽ ഒരാൾ മരിച്ചു പോയി, അതോടുകൂടി ആ പാർട്ട്ണർഷിപ്പ് തീർന്നു. ഇനി 3 പേരോ 4 പേരോ ഉള്ള പാർട്ട്ണർഷിപ്പിൽ ഒരാൾ മരിച്ചു പോയാലും അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെ വേണമെന്ന് അതിനകത്ത് ക്ലോസിൽ എക്സ്പ്ലിസിറ്റായിട്ട് എഴുതിയില്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് അവിടെ തീരും. പക്ഷേ കമ്പനിയിൽ അങ്ങനെ എഴുതണമെന്നില്ല. കമ്പനിയുടെ കൺസെപ്റ്റ് തന്നെ അതൊരു പെർപെക്ച്വലായിട്ടുള്ള ഒരു സക്സഷൻ കിട്ടണം എന്നുള്ള അർത്ഥത്തിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഇപ്പം 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 100 ഷെയർ ഹോൾഡേഴ്സിൽ ചിലപ്പോൾ ഒരു 10 പേര് മരിച്ചു പോയാലും തന്നെ അവരുടെ ലീഗൽ ഹെയേഴ്സിന് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടും. അപ്പം അതിൻ്റെ ലീഗൽ ഹെയേഴ്സ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അടുത്ത ഷെയർ ഹോൾഡറായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം അതേപോലെ ഒരു കണ്ടിന്യൂറ്റി ഈ ഡയറക്ടേഴ്സിനുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടർ മരിച്ചു പോയാൽ അടുത്ത ഡയറക്ടറെ ഈ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെ ഒരു നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലുണ്ട്. അപ്പം ഷെയർ ഹോൾഡേഴ്സിന് അത് പറ്റുന്നില്ല, ട്രിബ്യൂണൽ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ആ ഡയറക്ടേഴ്സോ ഒരു ഡയറക്ടർ മാറിയാൽ അടുത്ത ഡയറക്ടർ വരും. ഒരു ഷെയർ ഹോൾഡർ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആളവിടെ ഉണ്ടാകണം. നിയമം അനുസരിച്ച് നിയമത്തിനെ കംപ്ലൈ ചെയ്ത് ഉള്ള കമ്പനികളാണെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കും. അപ്പോൾ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പാലിച്ചേ പോയേ പറ്റുള്ളൂ. ആ നിയമം അനുസരിച്ച് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുമായിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക് ഒന്നും പേടിക്കാനില്ല. അതായത് ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല കമ്പനി നിൽക്കുന്നത്, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറയുമ്പോൾ അതിനൊരു പെർപെക്ച്വലായിട്ടുള്ളൊരു സക്സഷൻ ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സോ ഡയറക്ടേഴ്സോ മരിച്ചു പോയാലോ മാറിയാലോ അതിൻ്റെ ഓപ്പറേഷൻസിന് ഒരു തടസ്സം ഉണ്ടാവുന്നില്ല. ഓപ്പറേഷൻസ് ഒരിക്കലും ഇൻറ്ററപ്റ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ആസ്പെക്റ്റ്. ഇനി ഇതിനൊരു ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞു. അതായത് ഈ കമ്പനിക്ക് സ്വയമായിട്ട് സ്യൂ ചെയ്യാം, കമ്പനിയെ സ്യൂ ചെയ്യാം, കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഒരു വ്യക്തി ചെയ്യുന്ന മിക്ക കാര്യവും കമ്പനിക്ക് ചെയ്യാം. അതാണ് കമ്പനി എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇത്രയും കൊള്ളാവുന്നൊരു സാധനമാണല്ലോ, എന്നാൽ എല്ലാ ബിസിനസ്സും ഇതുപോലെ കമ്പനി പോലെ തുടങ്ങിയേക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇതിന് അങ്ങനെ അത്ര എളുപ്പമല്ല. ഈ കമ്പനി ലോ പഠിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അതാണ്. ഇതിനകത്ത് കുറേ ഫോർമാലിറ്റികളുണ്ട്, കുറേ പ്രോസസ്സുകളുണ്ട്, കുറേ ക്ലോസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ കംപ്ലൈൻസ് പാലിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതിൻ്റെ ഫോർമാലിറ്റീസും കംപ്ലൈൻസ് കോസ്റ്റും ഹൈ ആണ്. അത് സ്ട്രിക്റ്റാണ്. കമ്പനിയുടെ റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റാണ്. അതിന് കുറേ റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യാനുണ്ട്, റെഗുലറായിട്ടുള്ള മീറ്റിങ്ങുകൾ വേണം, അത് എക്സ്പെൻസീവാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിനകത്ത് കുറേ ആൾക്കാരെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം അതിൻ്റെ ഒരു കംപ്ലൈൻസും ഫോർമാലിറ്റി കോസ്റ്റാണ് ഇതിനകത്ത് മെയിനായിട്ട് പലരെയും കമ്പനി എന്നുള്ള രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കമ്പനി തുടങ്ങുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിയുടെ ആ ഒരു ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പേഴ്സണലായിട്ടുള്ള അസറ്റിനെ അറ്റാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു കേസ് വരുവോ ചെയ്യില്ല. കമ്പനി വേറെയാണ് എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ കമ്പനി തുടങ്ങുന്നത്.
എന്നാൽ ഈ ഒരു കാര്യം എപ്പോഴും നിലനിൽക്കില്ല എന്നുള്ളതുകൂടിയാണ്. അപ്പോൾ അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിലും ഒരു ഫ്രോഡോ അൺലോഫുള്ളോ ആയിട്ടുള്ള ഒരു ആക്ട് സസ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു ഫ്രോഡോ അൺലോഫുള്ളോ ആയിട്ടുള്ള ഒരു ആക്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണെന്ന് സസ്പെക്റ്റ് ചെയ്താൽ കോർട്ടിന് അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിനെ പേഴ്സണലായിട്ട് ലയബിൾ ആക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് വരെ ഈ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഒരു മൂടുപടത്തിൻ്റെ മറയിലായിരുന്നു നിന്നിരുന്നത്. അവരിതിനകത്ത് അവരെ കാണാനില്ല. ഇപ്പം നമ്മൾ ഒരു റിലയൻസ് എന്നുള്ളൊരു കമ്പനിയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുവാണെങ്കിൽ ആ റിലയൻസിൻ്റെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആരാണെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതേ ഇല്ല. അപ്പം ആ കമ്പനിയുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പക്ഷേ അതിന് ഡയറക്ടേഴ്സ് ആരാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ചില ഫ്രോഡോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യം വരുവാണെങ്കിൽ അതിൻ്റെ അകത്തെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ പേഴ്സണലി ലയബിൾ ആക്കാനായിട്ട് പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ആരാണെന്ന് നോക്കി മനസ്സിലാക്കി അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പനി തുടങ്ങുന്നതിനകത്തുള്ള ആ ഒരു ചാം കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കമ്പനി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ആ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്നുള്ള കാര്യവും ആ കമ്പനിക്ക് ഷെയർ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കമ്പനിയിൽ ഇപ്പോൾ 100 പേരുണ്ട്. ആ 100 പേരിൽ നിന്ന് നമുക്ക് ആ 100ൽ നിന്ന് വേറൊരാളെ പകരം ആ 100ലേക്ക് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ 101ാമത് ഒരാളെ ചേർക്കണമെങ്കിലോ ഒക്കെയുള്ള പ്രൊവിഷൻ ശരിക്കും പറഞ്ഞാലുണ്ട്. അപ്പം അതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അത് പ്രത്യേകിച്ചും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അവിടെയും ട്രാൻസ്ഫർ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനിക്കകത്ത് നമ്മൾ പറയേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് എന്നുള്ള കാര്യം. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമൺ സീൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. കോമൺ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും ഒപ്പിടുവാണെങ്കിൽ അവരുടെ ഒപ്പല്ലേ ഇടുന്നത്. പക്ഷേ കമ്പനി എന്നുള്ള പേരിൽ കമ്പനിക്ക് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് കമ്പനിക്കൊരു സീൽ ഉണ്ടാവാം, കമ്പനിക്കൊരു കോമൺ സീലുണ്ട് എന്നുള്ളത് കമ്പനിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിർബന്ധമല്ല, അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. അത് ഓപ്ഷണലാണ്, അത് ഉപയോഗിക്കാം. പക്ഷേ അത് നിർബന്ധമായി ഉപയോഗിച്ചിരിക്കണം എന്നൊന്നുമില്ല. ഡയറക്ടേഴ്സ് ഒപ്പിട്ടാലും ഇപ്പം കോൺട്രാക്റ്റ് വാലിഡ് ആണ്. അപ്പോൾ അതാണ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്ത കാര്യം, നമ്മൾ ബേസിക്കായിട്ട് ഒന്ന് ഓടിച്ച് പറഞ്ഞ കാര്യം നമ്മൾ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. കാര്യം ഇത് സിലബസിൽ എടുത്ത് പറയുന്നതുകൊണ്ട് മാത്രം. ആ ടോപ്പിക്കിൻ്റെ പേരാണ് കമ്പാരിസൺ ബിറ്റ്വീൻ കമ്പനീസ്, പാർട്ട്ണർഷിപ്സ്, അൺലിമിറ്റഡ് പാർട്ട്ണർഷിപ്സ് ആൻഡ് സോൾ പ്രൊപ്പറേറ്റർഷിപ്സ്. ഇതെന്തൊക്കെയാണെന്നുള്ളതാണ്. കമ്പനി എന്താണ്, പാർട്ട്ണർഷിപ്പ് എന്താണ്, അൺലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്താണ്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്താണ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് ബിസിനസ്സിൻ്റെ പലതരത്തിലുള്ള ബിസിനസ് ടൈപ്പുകളാണ്. അത് ബിസിനസ്സിൻ്റെ പല ടൈപ്പുകളാണ്. അപ്പം കമ്പനി എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ. കമ്പനി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, പെർപെച്വൽ സക്സഷനാണ്. പക്ഷേ അതിന് ഒത്തിരി ഹൈ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതിനൊരു പ്രത്യേക മാനേജ്മെൻറ്റ് സ്ട്രക്ചറുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവാം, അതിനകത്ത് കുറേ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽസ് ഉണ്ടാവാം, പിന്നെ അതിന് പ്രൊമോട്ടേഴ്സ് ഉണ്ടാവാം, അതിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം, അതിന് മെമ്പേഴ്സ് ഉണ്ടാവാം, അതിന് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം. പിന്നെ ഇതിന് പുറമേ വേറെ ആൾക്കാർ, ഓഡിറ്റേഴ്സായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ പുറത്തുണ്ടാവാം. പിന്നെ അതിൻ്റെ കേസ് തർക്കമൊക്കെ വരുവാണെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലുണ്ട്. അതിന് അപ്പീൽ കൊടുക്കണമെങ്കിൽ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണലുണ്ട്. പിന്നെ കേസ് വരുവാണെങ്കിൽ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അങ്ങനെ പോകും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പം അതല്ലാതെ കമ്പനി അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് അവസരങ്ങൾ, ബിസിനസ് ചെയ്യണമെങ്കിൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു പിന്നെയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ പാർട്ട്ണർഷിപ്പിനും കമ്പനിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയും പാർട്ട്നേഴ്സിന് ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ, അൺലിമിറ്റഡ് വരുന്നില്ല. അതിന് LLP ആക്ട് എന്നുള്ള 2008 ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് LLPs നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ആ ഒരു കാര്യം ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് അൺലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സാധനം. അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സാധാരണ കാണുന്ന പാർട്ട്ണർഷിപ്പുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത്
പാർട്ട്നേഴ്സ് ഉണ്ടാവാം, 2 പേരെങ്കിലും മിനിമം വേണം. പക്ഷേ അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റിയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് എന്തെങ്കിലും ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യാനായിട്ട് ഈ ഓരോ പാർട്ട്ണറുടെയും പേഴ്സണൽ അസറ്റ്സ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചെറിയ ബിസിനസ്സുകൾക്കൊക്കെ അങ്ങനെ 2, 3, 4 പേരൊക്കെ ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പ് എന്നുള്ള പേര് നടത്താം. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് അതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഒറ്റയാൾ മതി, അയാളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബിസിനസ് ഓൺ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും എല്ലാം അയാൾ തന്നെയായിരിക്കും. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ബിസിനസ്സും ആ വ്യക്തിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ബിസിനസ് വേറെ, വ്യക്തി വേറെ, അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അയാൾക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അയാളുടെ പേഴ്സണൽ അറ്റാച്ച് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വളരെ കംപ്ലൈൻസ് ഭയങ്കര ഈസിയാണ്, വളരെ എളുപ്പത്തിൽ തുടങ്ങാനും നടത്താനും പറ്റും. പ്രത്യേകിച്ച് ഒരു ആക്ട് ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഡയറക്റ്റായിട്ടൊരു ആക്ട് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ഈ കമ്പനിയുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം കമ്പനിയുടെ ടൈപ്പുകളാണ്. പലതരം ബേസിസിൽ കമ്പനികളെ തിരിക്കാം. ഓരോരോ പാരാമീറ്റർ വെച്ചിട്ട് കമ്പനിയെ തിരിക്കാം. കമ്പനിയുടെ എത്ര പേരുണ്ടെന്നുള്ളതിനനുസരിച്ചിട്ട്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എത്ര പേരുണ്ടെന്നുള്ളതിനനുസരിച്ചിട്ട്, കമ്പനിയുടെ ലയബിലിറ്റിയെ ബേസ് ചെയ്തിട്ട്, അങ്ങനെ കമ്പനിയുടെ ഓണർഷിപ്പ് ഇന്ത്യൻ ആണോ ഫോറിൻ ആണോ അങ്ങനെയുള്ള കേസിൽ അങ്ങനെ പല ഹെഡിൽ കമ്പനികളെ തിരിക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞു പോവാം ഏതൊക്കെ തരം കമ്പനികളാണെന്നുള്ളത്. അപ്പം നമുക്ക് ഡിഫറൻസും ആ കൂട്ടത്തിൽ പറയാം. ഇത് ഷോർട്ട് ക്വസ്റ്റിനകത്ത് ഒരു ഷോർട്ട് ക്വസ്റ്റിന് ഈ ഒറ്റ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ എന്തായാലും ഒരു ഷോർട്ട് ക്വസ്റ്റിൻ കിട്ടും. അപ്പം ചിലപ്പോൾ എസ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ടൈപ്സ് ഓഫ് കമ്പനീസ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കമ്പനികളെ നമുക്ക് തിരിക്കുമ്പം ആദ്യത്തെ ഒരു 2 എണ്ണം തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ അതിൽ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കമ്പനിയും അൺലിമിറ്റഡ് കമ്പനിയുമാണ്. അപ്പോൾ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് ലിമിറ്റഡ് കമ്പനി. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതാണ്. അപ്പം ബേസിക്കലി അൺലിമിറ്റഡ് കമ്പനി ഇന്ത്യയിൽ അപ്പോൾ അങ്ങനെ അത്ര വ്യാപകമല്ല. കമ്പനി തുടങ്ങുന്നതിൻ്റെ തന്നെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റഡ് ലയബിലിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് തന്നെ എന്ത് വഴിയാണ് ലിമിറ്റഡ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ 2ആയിട്ട് തിരിക്കാം. ലിമിറ്റഡ് ബൈ ഷെയറും ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും ഉണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു, അതിനകത്ത് അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയറിൻ്റെ വാല്യൂവിനോട് മാത്രമാണ് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി. അല്ലെങ്കിൽ മാക്സിമം പോയാൽ ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരെ അതിൻ്റെ ലയബിലിറ്റി വരുള്ളൂ. അപ്പം അതായത് അവർക്ക് നഷ്ടപ്പെടുന്ന കാശെന്ന് പറഞ്ഞാൽ അവർ ആ ഷെയർ വാങ്ങിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത കാശ് മാത്രമേ അവർക്ക് നഷ്ടം വരുള്ളൂ ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്. വേറെ അവരുടെ പേഴ്സണൽ ഷെയർസ് ഒന്നും അസറ്റ്സ് ഒന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പം അവരുടെ പ്രൊപ്പോർഷണലായിട്ടുള്ളൊരു നഷ്ടം നികത്തി കൊടുക്കാം. ഗ്യാരണ്ടി ചെയ്യുന്ന അങ്ങനെ ഗ്യാരണ്ടി ചെയ്യാണ്. ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പം ആ കമ്പനിയുടെ ലയബിലിറ്റീസിൽ ഇവരൊരു വിഹിതം വഹിച്ചോളാം എന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന കമ്പനീസാണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും ലിമിറ്റഡ് കമ്പനി അൺലിമിറ്റഡ് കമ്പനി എന്ന് തിരിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് കമ്പനിയിൽ അതിനകത്ത് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്നുള്ള കൺസെപ്റ്റിലുള്ളതിനാണ് സാധാരണ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത രണ്ട് കാര്യം നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ കമ്പനിയുടെ 2 ടൈപ്പ് പഠിക്കുമ്പോൾ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും എന്താണെന്ന് പഠിക്കാം. പബ്ലിക് കമ്പനിയുണ്ട്, പ്രൈവറ്റ് കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ തുടങ്ങിയ കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പം അതിനകത്ത് ജനറൽ പബ്ലിക്കിനെ നമുക്ക് ഷെയർ വാങ്ങിക്കാനായിട്ട് വിളിക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം കുറച്ച് പേര് എല്ലാം കൂടെ നമ്മുടെ കോളേജിലെ കുട്ടികളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന കമ്പനി അങ്ങ് തുടങ്ങുമായിരുന്നു. അത് കഴിഞ്ഞെന്നാൽ നമുക്ക് ഇതിനകത്ത് ജനറലായിട്ടുള്ള പബ്ലിക്, തിരുവനന്തപുരത്തുള്ള കുറേ പേര് എല്ലാവർക്കും കൂടി വരൂ, അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ആൾക്കാരും ബോംബെയിലുള്ള ആൾക്കാരും മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരും എല്ലാവർക്കും ഇതിൻ്റെ ഷെയർ വാങ്ങിക്കാം എന്ന് പറയാനായിട്ട് പറ്റില്ല. അതാണ് പ്രൈവറ്റ് കമ്പനി. അപ്പം എന്നാൽ പബ്ലിക് കമ്പനി അങ്ങനെയല്ല. പബ്ലിക് കമ്പനിക്ക് നമുക്കതിനെ പബ്ലിക് കമ്പനി ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ലിസ്റ്റഡ് കമ്പനിയായി മാറും. ആദ്യം അത് പബ്ലിക് കമ്പനി, മിക്ക കമ്പനിയും തുടങ്ങുമ്പോൾ പ്രൈവറ്റ് കമ്പനിയായിട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നീട് അതിനെ പബ്ലിക് കമ്പനിയാക്കി മാറ്റാം. പബ്ലിക് കമ്പനിയാക്കി മാറ്റിയതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായി മാറും. ലിസ്റ്റഡ് കമ്പനിയായി മാറി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഷെയർ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ പറ്റും. ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും പബ്ലിക് കമ്പനി ആയി കഴിഞ്ഞാൽ വാങ്ങിക്കാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം? പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് മുഴുവൻ വാങ്ങിക്കാവുന്ന കമ്പനിയാണ് പബ്ലിക് കമ്പനി. അല്ലാതെ ഗവൺമെൻറ് കമ്പനി എന്നല്ല പബ്ലിക് കമ്പനിയുടെ അർത്ഥം. ജനറൽ പബ്ലിക്കിന് വാങ്ങിക്കാവുന്ന കമ്പനിയാണ്, ഷെയർ വാങ്ങിക്കാവുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ ഷെയർ ഓൺ ചെയ്യാവുന്ന കമ്പനിയാണ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, കുറച്ച് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് മാത്രം വാങ്ങിക്കാവുന്നതാണ് പ്രൈവറ്റ് കമ്പനി. ഇനി ഇതിൻ്റെ ഒരു വ്യത്യാസം കൂടെ ഞാൻ പറഞ്ഞുതരാം, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. ഈ പ്രൈവറ്റ് കമ്പനി തുടങ്ങണമെങ്കിൽ
രണ്ട് പേരെങ്കിലും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് വേണം എന്നുള്ളതാണ് പ്രൈവറ്റ് കമ്പനിയുടെ ഒരു പ്രധാന കാര്യം. 2 ഷെയർ ഹോൾഡേഴ്സെങ്കിലും വേണം, 2 ഡയറക്ടേഴ്സെങ്കിലും വേണം. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് ഡയറക്ടേഴ്സ് എങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തായാലും അതിനകത്ത് 2 ഷെയർ ഹോൾഡേഴ്സ് വേണം, 2 ഡയറക്ടേഴ്സ് വേണം. ആ ഡയറക്ടേഴ്സ് മാക്സിമം ഒരു 15 പേരെ നോർമലി പോവാം. അതിൽ കൂടുതൽ പോകണമെങ്കിൽ പിന്നെ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കിയിട്ട് അതിന് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടാം. പക്ഷേ നോർമലി 15 ഡയറക്ടേഴ്സ് വരെ പോവാം പ്രൈവറ്റ് കമ്പനിയിൽ. അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 200 ആണ്. 200 പേര് വരെ പ്രൈവറ്റ് കമ്പനിയിൽ പോവാം. ഈ പബ്ലിക് കമ്പനി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ഷെയർ ഹോൾഡേഴ്സ് വരാം, അല്ലെങ്കിൽ എത്ര പേർക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടും, എത്ര മെമ്പേഴ്സ് വരാം എന്നുള്ള കാര്യത്തിന് അങ്ങനെ ഒരു അപ്പർ ക്യാപ്പില്ല. പ്രൈവറ്റിൽ 200 പേര് വരെ പറ്റുള്ളൂ. പക്ഷേ പബ്ലിക് കമ്പനിയിൽ എത്ര പേർക്ക് വേണമെങ്കിലും അതിൻ്റെ ഓണർഷിപ്പ് എടുക്കാം. പക്ഷേ മിനിമം അതിൻ്റെ അകത്ത് 7 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഒരു പബ്ലിക് കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു പബ്ലിക് കമ്പനിയിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് വേണ്ടത് 7 പേരാണ്. അതിന് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് നീഡഡ് 3 ആണ്. അതായത് പ്രൈവറ്റിലും 2 ഡയറക്ടേഴ്സ് ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷേ പബ്ലിക് കമ്പനിയിലും മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. 7 പേരെങ്കിലും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കണം. അതിൻ്റെ ടോട്ടൽ അപ്പർ ക്യാപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ഇവിടെയും 15 തന്നെയാണ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 15 പേരാണ് ഒരു പ്രൈവറ്റ് കമ്പനി ആയാലും ശരി പബ്ലിക് കമ്പനി ആയാലും ശരി നോർമലി അപ്പറായിട്ട് വെക്കുന്നത്. അത്രയും പേരെ ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മാക്സിമം ഇരുത്താവുന്നത്. അതിൽ കൂടുതൽ ഇരുത്തണമെങ്കിൽ നമ്മൾ അതിനകത്ത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയും. അതായത് നമ്മൾ അതിനകത്ത് മാറ്റം വരുത്താനായിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം കൂടി ആലോചിച്ച് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്ട്രെങ്ത് വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ നോർമലി 15 ആണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് പഠിച്ചു, പബ്ലിക് കമ്പനി എന്താണെന്ന് പഠിച്ചു. ഇനിയിപ്പം ഗവൺമെൻറ് കമ്പനിയാണ്. ഗവൺമെൻറ് കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ ആ കമ്പനി ഗവൺമെൻറ്റിനാണ് അതിൻ്റെ മജോറിറ്റി ഓണർഷിപ്പ്. അതാണ് ഗവൺമെൻറ് കമ്പനി. അപ്പോൾ പബ്ലിക് കമ്പനിയും ഗവൺമെൻറ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ് ഓൺ ചെയ്യുന്നത്, ജനറൽ പബ്ലിക്കാണ്, കോമൺ പീപ്പിളാണ് ഓൺ ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് കമ്പനിയിൽ അങ്ങനെയല്ല, ഗവൺമെൻറ് ആണ് ഓൺ ചെയ്യുന്നത്. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെ 2 പേർക്കും കൂടെ ചേർന്നിട്ടോ ഒരു 51% മേളിൽ മജോറിറ്റി ഓണർഷിപ്പ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിൽ ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഗവൺമെൻറ് കമ്പനി. അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് നമ്മൾ പറയുന്ന കാര്യം, അതാണ് ഗവൺമെൻറ് കമ്പനി. ഒരു എക്സാമ്പിളാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, BHEL എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അങ്ങനെയൊക്കെയുള്ള 51% മേളിൽ ഗവൺമെൻറ്റിന് സ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. ഇനി ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി പുറത്തായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലായിരിക്കത്തില്ല കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇന്ത്യയുടെ പുറത്തായിരിക്കും. പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടാവും, ബിസിനസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടാവും. അതിനുവേണ്ടി ഇന്ത്യയിലൊരു ബ്രാഞ്ചോ ഓഫീസോ ഏജൻസിയോ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പനിയാണ്. അതായത് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് ഫോറിൻ കമ്പനിയാണ്. ഇനി 1% കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്? അടുത്ത ടൈപ്പാണ് 1% കമ്പനി. 1% കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതായത് 2013 ആക്ട് അനുസരിച്ച് വന്നതാണ്. അതിനകത്ത് ഒരു മെമ്പർ മതി ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു മെമ്പർ മതി, അയാൾ തന്നെ ആയിരിക്കും ഡയറക്ടർ. പക്ഷേ അയാൾ ഒരു നോമിനിയും കൂടെ അസൈൻ ചെയ്യണം. അത് മാത്രമേ അതിനകത്തുള്ളൊരു നിർബന്ധമുള്ളൂ. പക്ഷേ 1 മെമ്പർ ആണ്, അല്ലെങ്കിൽ 1 പേഴ്സൺ ആണ്. OPC എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, 1 പേഴ്സൺ മാത്രമേ അതിൻ്റെ മെമ്പറുള്ളൂ. അപ്പോൾ അത് ഈ പറഞ്ഞ വലിയ കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ ഒരു ചെറുകിട ഓണ്ടർപ്രണേഴ്സിനൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും, പക്ഷേ അവിടെ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളൊരു ആസ്പെക്റ്റ് കിട്ടും. അയാളുടെ പേഴ്സണൽ അസറ്റ് ഇതിൽ അറ്റാച്ച് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതിൻ്റെ വേറെ പാർട്ട്നേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു ലിമിറ്റഡ് ടേൺ ഓവർ വരെ ഈ 1% കമ്പനി ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ. അതിനുശേഷം കുറച്ച് കാലത്തെ കാലാവധിക്ക് ശേഷം അതിനെ പിന്നീട് നോർമലായിട്ടുള്ളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ തുടങ്ങുമ്പോൾ വേണമെങ്കിൽ 1% കമ്പനിയായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പനീസിനെ പല ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. 1% കമ്പനിയെ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കാം, പ്രൈവറ്റ് ലിമിറ്റഡിനെ പബ്ലിക് ലിമിറ്റഡ് ആക്കാം, പബ്ലിക് ലിമിറ്റഡ് ആക്കാം, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയും ചെയ്യാം. ഇനിയും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയുമാണ്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി വേറൊരു കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനിയെ സബ്സിഡറി കമ്പനി എന്നും പറയും. അപ്പം അത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്നത്, നമ്മൾ ഗൂഗിൾ എന്നുള്ളത് ഒരു ഇപ്പോഴത്തെ രീതിയിൽ അതൊരു സബ്സിഡറി കമ്പനിയാണ്. അതിൻ്റെ പേരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് എന്നുള്ള കമ്പനിയാണ്. ആൽഫബറ്റാണ് ഹോൾഡിംഗ് കമ്പനി, ഗൂഗിൾ ഒരു സബ്സിഡറി കമ്പനിയാണ്. അപ്പം ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയെ മനസ്സിലായി. ഇനി ഒരു വാക്കും കൂടെ, കമ്പനിയുടെ ഒരു വാക്കിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന സാധനമാണ് അസോസിയേറ്റ് കമ്പനി.
അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു 20% ഷെയറെങ്കിലും വേറൊരു കമ്പനിക്ക് ഉണ്ടെങ്കിൽ, 20% ഉണ്ടെങ്കിൽ, മജോറിറ്റി വേണമെന്നില്ല, 20% എങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു അസോസിയേറ്റ് കമ്പനി എന്ന് പറയും. അതാണ് അസോസിയേറ്റ് കമ്പനി. അപ്പം ഇത്രയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കമ്പനിയുടെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിളൊക്കെ ഉപയോഗിച്ചു. കമ്പനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ കമ്പനിയുടെ ഒരു എവല്യൂഷൻ്റെ നമ്മൾ കഥ പറഞ്ഞു. പലതരത്തിലുള്ള ബിസിനസ്സുകളെ പറ്റി പറഞ്ഞു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, കമ്പനി, അങ്ങനെയുള്ളത് പറഞ്ഞു. കമ്പനിയുടെ പലതരം ടൈപ്പുകളും പറഞ്ഞു. പലതരത്തിലുള്ള കമ്പനികൾ, 1% കമ്പനി, അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അസോസിയേറ്റ് കമ്പനി, അങ്ങനെ ഗവൺമെൻറ് കമ്പനി, ഫോറിൻ കമ്പനി, അങ്ങനെ പലതരത്തിലുള്ള കമ്പനിയെ പറ്റി പറഞ്ഞു. കമ്പനി ആക്ടിൻ്റെ ഒരു എവല്യൂഷനും പറഞ്ഞു. ഇത്രയാണ് തുടക്കം. പക്ഷേ ഇത് കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇടാം. ഇതിൻ്റെ ബാക്കി പാർട്ടുകൾ പുറകെ ലോഡ് ചെയ്യാം. താങ്ക് യു.